ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കുന്ന ഡോക്ടർ. ബിന്ദു എന്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട്. അവളെ ജീവനോട് തിരിച്ചു കിട്ടാൻ ഇന്നുവരെ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ ചെയ്തു. ഐ ആം റിയലി താങ്ക്ഫുൾ ടു യു. ശേഖര, ദൈവത്തെ ഓർത്ത് എന്റെ മകളെ തിരിച്ചു ഞാൻ അവളുടെ മുഖം ഒന്ന് കണ്ടോട്ടെ. ബിന്ദുവിനെ തിരിച്ചു കിട്ടണമെങ്കിൽ ഡോക്ടർ ചെറിയ കാര്യം കൂടി എനിക്ക് വേണ്ടി ചെയ്യണം. ഇനിയും നീ എന്നെ കൊണ്ട് ദ്രോഹങ്ങൾ ചെയ്യിക്കല്ലേ ശേഖര. ഞാൻ പ്രാണനുല്യം സ്നേഹിച്ചിരുന്ന തമ്പി അദ്ദേഹത്തിന് ഭ്രാന്താന്ന് നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മകളെയും ഞാൻ പറഞ്ഞു വിശ്വസിപ്പിക്കും. ഇനി എന്ത് മഹാഭാവമാണ് നീ എന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നത്? ഇത് മഹാഭാവമൊന്നുമല്ല, ഒരു നിസ്സാര കാര്യം. അത് ചെയ്യുക, ബിന്ദുവിനെ കയ്യിൽ വാങ്ങുക, സന്തോഷമായിട്ട് പോവുക. എന്തു പറയുന്നു? എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ. നാളെ എന്റെ വിവാഹമാണ്. വിവാഹം കഴിഞ്ഞ് ഞാനും ശാലിനിയും കൂടെ അദ്ദേഹത്തിന്റെ മുറിയിൽ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കരുത്. മനസ്സിലായില്ലായിരിക്കും. ഒരല്പം വിഷം കുത്തിവെച്ച് അമ്മാവിന്റെ ശല്യം എന്നേക്കുമായി അവസാനിപ്പിച്ചേക്കുക. നീ എന്താ പറഞ്ഞത്? തമ്പി അദ്ദേഹത്തിനെ കൊല്ലാനോ? നീ എന്നെ കൊല്ലാനും ഞാനത് ചെയ്യില്ല. അപ്പോൾ ഡോക്ടർ സാറിന് കുഞ്ഞിനെ കാണണ്ടേ? വേണ്ട, തമ്പി അദ്ദേഹത്തെ കൊല ചെയ്തിട്ട് എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. ശേഖര, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഡോക്ടർ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയി. ശേഖരനെ വെടിവെച്ചു കൊന്നത് അമ്മാവന്റെ വെറും ഒരു തോന്നലാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്. വെടിയുടെ ശബ്ദം എല്ലാരും കേട്ടിട്ടുമുണ്ട്. അപ്പൊ ഭ്രാന്ത് നിങ്ങൾക്കാണോ അമ്മാവനാണോ? ചേട്ടാ, ഞങ്ങൾ പറഞ്ഞതെല്ലാം സത്യവാ. ശാലിനി, ഞാൻ നിന്റെ ചേട്ടൻ മാത്രമല്ല, ഒരു വക്കീൽ കൂടിയാണെന്നുള്ള കാര്യം ഓർമ്മ വേണം. അമ്മാവന്റെ ഭ്രാന്തിന്റെ പിറകിലുള്ള കയ്യാങ്കളി ഒന്ന് കണ്ടുപിടിക്കണം. അതിന് നിങ്ങളുടെ സഹായം എനിക്ക് വേണം. എന്ത് സഹായത്തിനും ഞങ്ങൾ തയ്യാർ. താങ്ക്സ്. എന്നാൽ കുറ്റാന്വേഷണം ഇപ്പം ആരംഭിക്കുന്നു. ആദ്യമായി ചോദ്യം ചെയ്യേണ്ടത് അമ്മാവന് ഭ്രാന്ത് തന്നെയാണെന്ന് സമ്മതിച്ച ഡോക്ടറെയാണ്. അതിന് ഡോക്ടറെ കണ്ടുകിട്ടിട്ട് വേണ്ടേ? അദ്ദേഹം എപ്പോഴും ശേഖരേട്ടന്റെ മുറിയില്ല. ഡോക്ടർ ഏത് മുറിയിലാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും. മണി പോലെ ഉത്തരം പറയിക്കുകയും ചെയ്യും. ആദ്യമായിട്ട് ഞാൻ വല്യമ്മാവനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. എന്ത് വേണം? നിങ്ങളാരാ ചോദിക്കാൻ? ഞാനിവിടുത്തെ പുതിയ മാനേജർ. ഓ, മാനേജറാണോ? ഈ മുറി ഒന്ന് തുറക്കണമെങ്കിൽ അമ്മാവനെ ഒന്ന് കാണാം. ഇപ്പൊ കാണാൻ സാധ്യമല്ല. എളിപ്പോണം. അയ്യോ, എന്നെ അടിക്കരുത്. അന്നുമാരെ കൂട്ടിയിട്ടിരിക്കുന്നു. ശേഖരൻ സാർ, താക്കോലറിയില്ല. ശേഖരൻ സാർ, ദാസപ്പനോ? നിന്റെ കൈ കൊണ്ട് അമ്മാവനെ മുറിയിൽ പൂട്ടിയിടാൻ പാടില്ലായിരുന്നു. തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ആളുടെ പൂട്ടിടാൻ എന്താണ് ദാസപ്പ ചെയ്യേണ്ടത്? താക്കോലിനെടുക്കും. ഏത് താക്കോല്? അമ്മാവനെ പൂട്ടിയിട്ടിരിക്കുന്ന മുറിയുടെ താക്കോല്. അമ്മാവന് നീ ഇപ്പം കാണണ്ട. ആരെ കണ്ടാലും അമ്മാവൻ ഉപദ്രവിക്കും. നിന്റെ വസ്ത്രമൊക്കെ വലിച്ചു കയറും. വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റി വേണമെങ്കിൽ നഗ്നായിട്ട് ഞാൻ പോയി അമ്മാവനെ കണ്ടോളാം. ആ താക്കോല് ചേരൂ. താക്കോല് ഡോക്ടറുടെ കയ്യിലാണ്. കള്ളം, പച്ചക്കള്ളം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. അടുത്തോളൂ. വിശ്വാസമായാലും താക്കോൽ എന്തിനാ ഡോക്ടർ കൈ കൊടുത്തത്? ഡോക്ടറല്ലേ ദാസപ്പ അമ്മാവനെ ചികിത്സിക്കുന്നത്. ശേഖരാ, ഈ സ്റ്റെതസ്കോപ്പും കണ്ണാടി ഡോക്ടർ മറന്നുപോയതായിരിക്കാം. ജീവൻ മറന്നാലും ഒരു ഡോക്ടർ സ്റ്റെതസ്കോപ്പ് മറക്കാറില്ലല്ലോ. മറ്റേ ഡോക്ടറോട് പോയി? ഡോക്ടർ ആശുപത്രിയിലേക്ക് പോയി. എന്നാലേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയിട്ട് വരാം. പോലീസ് സ്റ്റേഷനോ? സോറി, ഹോസ്പിറ്റലില്. അമ്മാവന്റെ ഉത്ത ചങ്ങാതിയാണല്ലോ ഡോക്ടർ. അതുകൊണ്ട് ഡോക്ടറെ കണ്ടാലേ അറിയാനൊക്കൂ അമ്മാവൻ യഥാർത്ഥ ഭ്രാന്താണോ എന്ന്. ശരിയാണ്. ദാസം വേഗം പോയിട്ടിരുന്നത്. ചേട്ടാ,
അമ്മാവന്മാർ രണ്ടുപേരും കൂടെ ശാലിനിയെ പിടിച്ചോണ്ട് പോയി. എന്തിനാ? കല്യാണക്കാരും എന്തോ പറയാനെന്ന് പറഞ്ഞു വിളിച്ചു. അവള് വരുന്നില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ബലമായിട്ട് പിടിച്ചോണ്ട് പോയി. പുറത്തേക്കാണോ? അല്ല, അവരുടെ മുറിയിലേക്ക്. മാലതി, ഇവിടെ എന്തോ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഇതിന്റെ ഉള്ളുകളിൽ ഉടനെ നമുക്ക് കണ്ടുപിടിക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയും. ആദ്യമായി ശാലിനി എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ശരി, ഞാൻ ശിവകുമാരനെ കൂട്ടിക്കൊണ്ടുവരാം. അതിനിടയിൽ ഇവിടെ വല്ല സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാലതി വാച്ച് ചെയ്യണം. അത് ഞാൻ ഏറ്റു. മാലതി, നമ്മൾ ശത്രുവാളയത്തിലാണ്. ശത്രുക്കളുടെ കൈപ്പെടരുത്. നീ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരുമില്ല. ചേട്ടാ, ചേട്ടന്റെ കൂടെ കൂടിയത് പിന്നെ എനിക്ക് ഇരട്ടക്കരല്ല. ധൈര്യമായിട്ട് പോയിട്ട് വരും. ഓക്കെ. കുഴപ്പത്തിലായി. ഡോക്ടർ കാര്യത്തിൽ ദാസത്തിന് സംശയം തോന്നിയിരിക്കുകയാണ്. നമുക്കതുകൊണ്ട് ശവശരീരം കഴിഞ്ഞ വീട് മാറ്റണം. എങ്ങനെ സാർ? കണ്ണു വെട്ടിച്ച് ഡോക്ടറുടെ ശവോട് മാറ്റാൻ പറ്റുകയില്ല. നമ്മളെല്ലാം അകത്താകും. എന്തിനവളെ ഈ തന്തയ്ക്കും തള്ളയ്ക്കും പാര വെക്കുന്നവനെ പ്രസവിക്കാൻ നിന്നോട് ആര് പറഞ്ഞടി? ഞാൻ വല്ലതും വിളിച്ച് പറയണേ. എന്റെ കുട്ടിയോണ്ടാണ് ആനാനെ പ്രസവിച്ചത്. പിന്നെ ഈ കുരിശോയെ പറയാൻ നിന്നോട് ഞാൻ പറഞ്ഞു. നിർത്തണം. ഈ സമയത്താ വഴക്ക്. ഇതിന്ന് രക്ഷപ്പെടാൻ എന്താ മോനെ ഒരു വഴി? വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പറയുന്ന പോലെ ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടതെന്ന് പറയും. അമ്മാവിനെയും ഡോക്ടറെ കുട്ടിയെയും ഞാനൊരു സങ്കേതത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. പോലീസിന്റെ കണ്ണിൽ പൊടിയിട്ട് ശവശരീരം കടത്തുന്നതിനായിട്ട് മാടങ്കോവിലേക്ക് നമ്മളൊരു വഴിപാട് നടത്തും. വഴിപാടോ? അതെ, അമ്മാവിന്റെ അസുഖം മാറാനെന്ന പേരിൽ ഒരു വഴിപാട്. ഈ വീടെല്ലാം അലങ്കരിക്കാൻ ഞാൻ ഇടപാട് ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പോകാനുള്ളവരുടെ വേഷത്തിൽ കുറച്ചുപേർ ഇവിടെ എത്തും. നിങ്ങൾ എല്ലാവരും അതേ വേഷങ്ങൾ അണിയണം. എന്ത് വേഷം വേണമെങ്കിലും കെട്ടാം. ബാൻഡും നാദസ്വരവും ഡാൻസും എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വന്ന ശേഷം ആഡംബരമായിട്ട് മാടൻ വിഗ്രഹം എഴുന്നള്ളിച്ചുകൊണ്ട് പോകണം. അപ്പൊ ശവശരീരം? മാടൻ വിഗ്രഹത്തിനകത്ത് ഡോക്ടറുടെ ശവശരീരമായിരിക്കും. എവിടെ കൊണ്ട് കളയും? പട്ടണം കഴിയുന്നവർ നിങ്ങൾ എല്ലാവരും ഘോഷയാത്രയായി പോകണം. അവിടെ വെച്ച് വിഗ്രഹം മാനേജർ ഏറ്റുവാങ്ങി കൊണ്ടുപോയി ദഹിപ്പിച്ചു കൊടുക്കും. നേരെ സങ്കേതത്തിലെത്തുക. അവിടെ വെച്ച് അമ്മാവനെ കൊണ്ട് പ്രമാണത്തിൽ ഒപ്പിടിക്കുക. ശാലിനി വിവാഹം കഴിക്കുക. നിന്റെ ബുദ്ധി സമ്മോദിച്ചിരിക്കുന്ന ആമ്പിള്ളേര്. ശാലിനി എവിടെയാണ്? ബെഡ്റൂമിലുണ്ട്. വായിൽ തുണി തിരികെ കെട്ടിയിട്ടിരിക്കുകയാണ്. ശരി, വഴിപാട് ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ അവളെ ഇവിടെ സങ്കേതത്തിലേക്ക് കൊണ്ടുപോയിക്കോളാം. നിങ്ങളെല്ലാവരും കിട്ടേണം. എന്റെ കൂടെ വരും. എങ്ങോട്ട്? ബംഗ്ലാവിലേക്ക്. ഞാൻ വരുന്നില്ല. ഞാനാണ് വിളിക്കുന്നത്. ആര് വിളിച്ചാലും ഞാൻ അങ്ങോട്ടേക്കില്ല. ഞാൻ കഴിഞ്ഞതെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. ദേവി നിന്ന് ഉപദ്രവിക്കാതെ പോകും. ശാലിനിയും വല്യച്ഛനെയും കൊലക്കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. എന്ത്? അവർ അപകടങ്ങളുടെ നടുവിലാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഭ്രാന്താണെന്ന് പറഞ്ഞ് വല്യച്ഛനെ ശേഖർ ബന്ധിച്ചിരിക്കും. ശാലിനിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പാടില്ല. ആ പാവപ്പെട്ട താത്രയും മകനെയും 2-3 ദിവസമായിട്ട് കാണാനില്ല. ആണത്തുള്ള നിങ്ങൾ അവരെ രക്ഷിക്കാൻ ധൈര്യമായിട്ട് എന്റെ കൂടെ വരുമെന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങളൊരു ഭീരുവാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി. ഞാൻ ഇതാ പോകുന്നു. ഞാനും വരും. എന്താ? ഡോക്ടറെ അവർ കൊന്നു. ശവശരീരം ആരും അറിയാതെ കൊണ്ടുപോകാൻ ഏർപ്പാട് ചെയ്യുകയാണ്. ഇതൊക്കെ ഇത്ര അതാണ് എന്റെ മോന്റെ കയ്യിൽ. ആ വരുന്ന വണ്ടി ബാൻഡുകാരെയാണെന്ന് തോന്നുന്നു. വരും, നമുക്ക് തടയാം. എല്ലാം ഒരുങ്ങിയിട്ട് ആ മേലക്കാരൻ ഡാൻസുകാരൊന്നും കാണുന്നില്ലല്ലോ. അവരല്ലേ ഇരുന്നത്. സർപ്പസന്തതിമാരെ, ഓഹോ രക്തമോഹിനിമാരെ, ഉപജാപങ്ങൾ പൊയ്മുഖങ്ങൾ ഉടച്ചു വാർക്കും ഞങ്ങൾ, എല്ലാം തകർത്തു മാറ്റും ഞങ്ങൾ. ഉപജാപങ്ങൾ പൊയ്മുഖങ്ങൾ ഉടച്ചു വാർക്കും ഞങ്ങൾ, എല്ലാം തകർത്തു മാറ്റും ഞങ്ങൾ. സർപ്പസന്തതിമാർ